ഭീഷണിയായ വന്യമൃഗങ്ങളെ കൊല്ലാൻ, അതിനെ വെടിവെക്കാൻ എന്നാണ് പറഞ്ഞത്. അതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടാനുള്ള ഒരു തീരുമാനം സംസ്ഥാന മന്ത്രിസഭ എടുത്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇവിടെ വന്നിട്ടുള്ളത്. വന്യജീവി സംരക്ഷണ നിയമം 1972 അതില് സംസ്ഥാനത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്മാർക്ക് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള അധികാരം 72 വന്യജീവി സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 11(1)(a) പ്രകാരം 11(1)(a) പ്രകാരവും അതുപോലെ തന്നെ സെക്ഷൻ 11(1)(b) പ്രകാരം സ്റ്റേറ്റ് വൈൽഡ് ലൈഫ് വാർഡന്മാർക്ക് ഉചിതമായ ഓരോ സ്ഥലത്തെയും സാഹചര്യങ്ങൾ പരിഗണിച്ച് ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കാം. ഇത് രേഖാമൂലം കത്ത് അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ള കത്തിന്റെ കോപ്പിയാണ്. ഇത് 2025 പാർലമെന്റിൽ ശൂന്യവേളയിൽ ഈ വിഷയം ഞാൻ വീണ്ടും ഉന്നയിക്കുകയുണ്ടായി. വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണം. ഇതാണ് ഞങ്ങളുടെ സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത്. എങ്കിൽ മാത്രമേ ഫലപ്രദമായി നടപടി സ്വീകരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് എന്ന് പാർലമെന്റിലെ ശൂന്യവേളയിൽ സീറോ ഓവറിൽ ഈ വിഷയം ഉന്നയിച്ചു. അതിനും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടി വന്നു. ആ മറുപടി പറഞ്ഞിട്ടുള്ള ഇതാണ്. അതില് ലാസ്റ്റ് ബട്ട് വൺ പാരഗ്രാഫിൽ പറയുന്നത് സെക്ഷൻ 11(1)(a) of the Wildlife Protection Act 1972 empowers the state chief wildlife wardens to grant permits for hunting animals listed in Schedule 1 of the Act, which becomes dangerous to human life. Section 11(1)(b) of the Act empowers state chief wildlife warden or any authorized officer to grant permits for hunting of wild animals falling under Schedule 2 of the Act, if such animals have become dangerous to human life or property. അപ്പോ 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 11(1)(a) പ്രകാരം ഷെഡ്യൂൾ 1 പെട്ട മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ ആന, കടുവ, പുലി തുടങ്ങിയ മൃഗങ്ങളാണ് ഷെഡ്യൂൾ 1 വരും. അതിനെ വേട്ടയാടുക. ഹണ്ട് എന്ന് പറഞ്ഞാൽ വേട്ടയാടുക എന്ന് വെച്ചാൽ നമ്മൾ ഡിക്ഷണറി നോക്കി അറിയാം. അതിനെ കൊല്ലാം, അല്ലെങ്കിൽ അതിനെ പിടിക്കാം, അല്ലെങ്കിൽ പിടിച്ച് അതിനെ കൂട്ടിലാക്കാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ട്രാൻസ്ഫർ വേറെ എവിടെയെങ്കിലും മാറ്റാം. അപ്പൊ കൊല്ലാൻ വരെയുള്ളൂ, ഷൂട്ട് ചെയ്യുകയോ ഏത് രീതിയിലാണെങ്കിലും അതിനെ കൊല്ലാൻ വരെയുള്ള അധികാരമാണ് സ്റ്റേറ്റ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്മാർക്ക് ഈ നിയമത്തിൽ തന്നെ കൊടുത്തത്. ഷെഡ്യൂൾ 2 പെട്ടത് അത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓതറൈസ്ഡ് ഓഫീസർ അവർക്ക് ഇതിനുള്ള അധികാരം കൈമാറാനായിട്ട് സ്റ്റേറ്റ് കഴിയും. ഇപ്പൊ അങ്ങനെ ഒരു അധികാരം വെച്ചുകൊണ്ടാണ് ഓണററി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്നുള്ള അധികാരം സ്റ്റേറ്റ് കൊടുത്തുകൊണ്ടാണ് നമ്മളിപ്പോൾ കാട്ടുപന്നിയെ അതിനെ വെടിവെക്കാനോ പിടിക്കാനോ ഒക്കെയുള്ള അധികാരം നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റുമാണ് പ്രശ്നബാധിത മേഖലയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. മാത്രവുമല്ല, ഗവൺമെന്റിന്, സംസ്ഥാന ഗവൺമെന്റിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു സംസ്ഥാനത്ത് ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ സ്വമേധയാ എന്തെങ്കിലും അവർക്ക് എടുക്കാം, അധികാരമുണ്ട്, പക്ഷെ എടുക്കും. അതിന് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് നിർദ്ദേശം കൊടുക്കുന്നത്. ഇവിടെ ഇപ്പൊ നമ്മുടെ മന്ത്രിസഭാ യോഗം ചേർന്ന് വീണ്ടും ഈ പറയുന്ന വന്യജീവികൾ, അക്രമകാരികളായിട്ടുള്ള വന്യജീവികളെ വെടിവെക്കാനോ പിടിക്കാനോ കേന്ദ്ര ഗവൺമെന്റ് അനുവാദം തരണം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ നിലമ്പൂർ ബൈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന്റെ ഈ ദിനങ്ങളിൽ പോകുന്നത് നമ്മൾ ഈ വിഷയം ലോക്സഭയിൽ റേസ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിന് കൊടുത്ത നിർദ്ദേശമാണ്. അത് വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന് തന്നെ, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഗവൺമെന്റ് ഓഫ് കേരള, വനം വകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊന്നും നമ്മുടെ മന്ത്രിസഭ അറിയാതെ പോകുന്നു. അതിൽ അംഗ കമ്മിറ്റി രൂപീകരിക്കുന്ന കാര്യം പറഞ്ഞില്ല. ഇനി അംഗ കമ്മിറ്റി രൂപീകരിക്കണം തന്നെ വെക്കുക. ഞാൻ ചോദിക്കുന്നത്, ഈ കമ്മിറ്റി രൂപീകരിക്കേണ്ട എപ്പോഴാണ്? നാട്ടിലിറങ്ങി മൃഗം അറ്റാക്ക് ചെയ്തതിന് ശേഷമാണ്. നമുക്കറിയാമല്ലോ ഈ സംസ്ഥാനത്ത് എവിടെയൊക്കെയാണ്, ഞാൻ പറഞ്ഞത് നേരത്തെ 200-ഓളം പഞ്ചായത്തുകളെ ഹോട്ട്സ്പോട്ടുകളായി കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥിരമായി വന്യമൃഗ ആക്രമണ ശല്യമുണ്ടാകുന്ന മേഖലകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന പ്രസ്തുത ആറംഗ കമ്മിറ്റി, ആ കമ്മിറ്റി നേരത്തെ രൂപീകരിച്ച് വെക്കണം. ആ കമ്മിറ്റി കൂടാതെ ഇന്നിപ്പോ നമ്മള് ഇതുപോലെ യോഗം നോട്ടീസ് അയച്ചൊന്നുമല്ല നമ്മൾ യോഗം കൂടാതെ നമുക്ക് ഓൺലൈനായിട്ട് പെട്ടെന്ന് കൂടാമല്ലോ. ഒരു ആനയുടെ അല്ലെങ്കിൽ ഒരു കടുവയുടെ മൂവ്മെന്റ് അറിഞ്ഞാൽ ആ കമ്മിറ്റി നിലവിലുണ്ടെങ്കിൽ ആ കമ്മിറ്റി അംഗങ്ങൾക്ക് 6 പേർക്ക് പെട്ടെന്ന് തന്നെ ഓൺലൈനായിട്ട് യോഗം ചേർന്ന് ഒരു തീരുമാനം പെട്ടെന്ന് എടുത്ത് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വൈൽഡ് ലൈഫ് ഗവൺമെന്റ് തീരുമാനം എടുക്കാൻ പാടില്ലേ? നമ്മളിതിന് എനിക്ക് മനസ്സിലാകില്ല. ഞാൻ ഇതിനകത്ത് ഒരു രാഷ്ട്രീയം വെച്ച് പറയല്ല. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ലാക്കോ കുറ്റവും കൂടി കാണുന്നത്? അല്ല, കമ്മിറ്റി ഒന്നും ഉണ്ടാക്കാനൊന്നും ഒരു പാടുമില്ല, കമ്പനി തീരുമാനം എടുക്കാനും ഒരു പാടുമില്ല. ഇത്
നമ്മൾ ഫലപ്രദമായി ഗവൺമെന്റ് ഇച്ഛാശക്തിയോടുകൂടി നിർദ്ദേശം കൊടുക്കുക എന്നുള്ളത്. പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞല്ലോ, കാട്ടുപന്നിയെ കൊന്നാൽ അതിന്റെ പുറകെ ഉദ്യോഗസ്ഥന്മാര് മണ്ണെണ്ണ ഒഴിച്ചാണോ വെളിച്ചെണ്ണ ഒഴിച്ചാണോ അതിനെ കൈകാര്യം ചെയ്യുന്നത് നോക്കാൻ പോകണ്ട എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞില്ലേ. അപ്പൊ ഉറച്ചൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. ഇത്രയും നമ്മളുടെ കയ്യിൽ ഇരിക്കുമ്പോൾ നമ്മളൊരു നടപടി എടുത്താൽ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റ് പറയാൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ഇത് സംസ്ഥാന ഗവൺമെന്റ് എടുക്കേണ്ട തീരുമാനമാണ്. എന്തിനാണ് ഇതിനകത്ത് ഭയക്കുന്നതും പേടിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്ര കൃത്യമായി കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നു, ഇത് സംസ്ഥാന തലത്തിൽ സംസ്ഥാനത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട് എന്ന് പറയുന്നു. ആ വൈൽഡ് ലൈഫ് വാർഡനെ ഡയറക്റ്റ് ചെയ്യേണ്ടത് ആരാണ്? സംസ്ഥാനത്തിന് അധികാരത്തിൽ ഗവൺമെന്റാണ്. ആരുമായിക്കൊള്ളട്ടെ, ഇതിനകത്ത് വേറെ രാഷ്ട്രീയമൊന്നുമില്ല. നമ്മുടെ ജനങ്ങളുടെ ജീവന്റെയും സ്വത്തിന്റെയും പ്രശ്നമാണ്, പ്രത്യേകിച്ച് ജീവന്റെ പ്രശ്നമാണ്. നമ്മളിപ്പോ ഒരു പരമാവധി ഇവിടെ കൊടുക്കുന്ന കോമ്പൻസേഷൻ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. ആ 10 ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെന്റ് തരുന്നതാണ്. സംസ്ഥാനത്തിന്റെ ഒരു വിഹിതം എന്ത് എന്നുള്ളതിനെ കുറിച്ച് ഇതുവരെ കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് പ്രോജക്ട് എലിഫന്റ് പ്രോജക്ട് ടൈഗറിന്റെ ഭാഗമായി കൊടുക്കുന്ന സാമ്പത്തിക സഹായം ഉപയോഗിച്ചാണ് ഈ 10 ലക്ഷം രൂപ അവർ കൊടുക്കുന്നത്. അതുപോലും കൃത്യമായി കൊടുക്കാറില്ല, പലപ്പോഴും അത് കൃത്യമായിട്ട് കൊടുക്കാറില്ല. അപ്പൊ ഇപ്പോൾ ഈ വൈകി വന്ന ഈ ഒരു വിവേകം അത് എന്തുകൊണ്ട് എന്നുള്ളത് സ്വാഭാവികമായും ചോദിക്കേണ്ടതായിട്ടുണ്ട്. നിലമ്പൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മലയോര മേഖലയാണ്. വന്യമൃഗ ആക്രമണ പ്രശ്നങ്ങൾ സ്ഥിരമായി ഉണ്ടാകുന്ന മേഖലയാണ്. അപ്പൊ അവിടെ ഈ ഇലക്ഷനിൽ വളരെ ഗൗരവപൂർണമായിട്ടുള്ള ചർച്ച വരാവുന്ന ഒരു വിഷയം എന്നുള്ള നിലയിൽ ഇപ്പൊ പെട്ടെന്ന് മന്ത്രിസഭാ യോഗം ചേർന്ന് ഇങ്ങനൊരു അഭ്യർത്ഥന കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻപാകെ നടത്തുക എന്ന് പറഞ്ഞാൽ വീണ്ടും കൈവഴിയാണ്. ഞാനിപ്പോ ഇലക്ഷൻ ആയതുകൊണ്ട് ഇങ്ങനൊരു കാര്യത്തിൽ നടപടി സ്വീകരിക്കണ്ട എന്ന് പറയല്ല. പക്ഷെ ഇപ്പോഴും ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഈ നിയമം ഭേദഗതി ചെയ്യണം എന്നുള്ള ആ സ്ഥിരം പല്ലവി അത് വീണ്ടും ആവർത്തിക്കുന്നത് വളരെ നിർഭാഗ്യകരമാണ്. നിലമ്പൂരിലെ വോട്ടർമാർ, മലയോര മേഖലയിലെ സാധാരണക്കാരായിട്ടുള്ള കർഷകർ, തൊഴിലാളികൾ അടങ്ങുന്ന ജനവിഭാഗങ്ങളാണല്ലോ ഈ മലയോര മേഖലയോടൊക്കെ ചേർന്ന് ജീവിക്കുന്നത്. ആ സാധാരണക്കാരാണ് ഈ വന്യമൃഗ ആക്രമണങ്ങൾക്ക് ഏറ്റവും